ഇനി ഇമാം ഹാക്കിം റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ മുസ്തദ്റക്കിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, അൻ അബീ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആല അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, യഖ്റുജു ഫീ ആഖിരി ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽ അവസാന കാലഘട്ടത്തിൽ പുറപ്പെട്ടു വരും അൽ മഹ്ദിയു, മഹ്ദി, ഇമാം മഹ്ദി പുറപ്പെട്ടു വരും. യസ്ഖീഹില്ലാഹുൽ ഗൈസ്, അള്ളാഹു അദ്ദേഹത്തിന് ധാരാളം മഴ നൽകും എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ധാരാളം മഴ വർഷിപ്പിക്കും. വതുഖ്രിജുൽ അർദു നബാതഹ, ഭൂമിയിൽ ധാരാളം സസ്യലതാദികൾ മുളച്ചു പൊന്തും. വയുഅ്തിൽ മാല സിഹാഹ, സമ്പത്ത് അദ്ദേഹം തുല്യമായ നിലക്ക് ജനങ്ങൾക്കിടയിൽ വീതിച്ചു നൽകും. വതക്സുറുൽ മാഷിയ, കന്നുകാലികളും മറ്റു ജീവിത വിഭവങ്ങളും വർദ്ധിക്കും. വതഅ്ളുമുൽ ഉമ്മ, ഈ ഉമ്മത്ത് ശക്തി പ്രാപിക്കുന്ന സമ്പത്തുകൊണ്ടും സ്ഥാനമാനങ്ങൾ കൊണ്ടും ഉയർന്ന ഒരു നിലവാരത്തിലെത്തും. യഈഷു സബ്അൻ ഔ സമാനിയ, അദ്ദേഹം 7 അല്ലെങ്കിൽ 8 വർഷം, യഅനി ഹിജജൻ, 7-8 വർഷം ഈ ഭൂമിയിൽ ഭരണം നടത്തുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിച്ചിരിക്കുന്നു. അപ്പോൾ മഹ്ദി ഇമാമ് വരും, അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം മഴ വർഷിപ്പിച്ചു നൽകും. സസ്യലതാദികൾ അന്ന് ധാരാളമായി മുളച്ചു പൊന്തും. കന്നുകാലികളും ജീവിത വിഭവങ്ങളും വർദ്ധിക്കും. ഈ ഉമ്മത്തിന് സകല ഐശ്വര്യങ്ങളും ഉണ്ടാകും. അതേപോലെ തന്നെ 7-8 വർഷം അദ്ദേഹം വളരെ നന്നായി ഭരണം നടത്തും. ജനങ്ങൾക്കിടയിൽ സമ്പത്ത് തുല്യമായി അദ്ദേഹം വീതം വെക്കും. സക്കാത്തും മറ്റു ദാനങ്ങളും അദ്ദേഹം വർദ്ധിപ്പിക്കും എന്നെല്ലാമാണ് ഈ ഹദീസുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. മാത്രമല്ല ഇമാം അഹ്മദ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, അൻ അലിയ്യിൻ റളിയല്ലാഹു തആല അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞിരിക്കുന്നു, അൽ മഹ്ദിയു മിന്നാ അഹ്ലൽ ബൈത്ത്, മഹ്ദി ഇമാം നമ്മളിൽ നിന്നാണ് വരിക എന്ന് പറഞ്ഞാൽ അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ആളായിരിക്കും. അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ആളായിരിക്കും. യുസ്ലിഹുഹുല്ലാഹു ഫീ ലൈലത്തിൻ, അദ്ദേഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒറ്റ രാത്രി കൊണ്ട് നന്നാക്കിയെടുക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ അതിമഹത്തായ ഒരു ഭരണം കാഴ്ചവെക്കാനുള്ള ഒരു പ്രാപ്തി ഒരു രാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകും. ഈ ഹദീസിൻ്റെ ഷറഹിൽ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്, അതിനു മുമ്പ് അദ്ദേഹം അങ്ങനെ ആയിരിക്കില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ പ്രത്യേകമായി വാർത്തെടുക്കുകയാണ് ചെയ്യുക. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, അതേപോലെ തന്നെ അതിക്രമങ്ങളും അനീതികളും ഇല്ലാതെയാക്കുവാനും ഐശ്വര്യവും സമ്പത്തും ഭൂമുഖത്ത് വർദ്ധിപ്പിക്കുവാനും വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ തെരഞ്ഞെടുത്ത് പറഞ്ഞയക്കുകയാണ് ഉണ്ടാവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിലൂടെ നമുക്ക് വിശദീകരിച്ചു നൽകിയിരിക്കുന്നു. അതേപോലെ തന്നെ ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, അൻ അബീ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു, അൽ മഹ്ദിയു മിന്നി, മഹ്ദി എന്നിൽപ്പെട്ട ആളായിരിക്കും, എൻ്റെ കുടുംബ പരമ്പരയിൽപ്പെട്ടതായിരിക്കും. അതുകൊണ്ടാണ് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ മകനായ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിൻ്റെ സന്താന പരമ്പരയിലാണ് അദ്ദേഹം ഉണ്ടാവുക. അജ്ലൽ ജബ്ഹ, വിശാലമായ നെറ്റിത്തടമുണ്ടാകും. അഖ്നൽ അൻഫ്, അതേപോലെ തന്നെ ഉയർന്ന നീണ്ട മൂക്കിൻ്റെ ഉടമയായിരിക്കും. യംലഉൽ അർള ഖിസ്തൻ വഅദ്ല, ഭൂമിയിൽ യംലഉൽ അർള എന്നാണ് പറഞ്ഞത്, ഭൂമിയിൽ അദ്ദേഹം നീതി സ്ഥാപിക്കും, നീതി കൊണ്ട് അദ്ദേഹം നിറയ്ക്കും. ഏതുപോലെ കമാ മുലിഅത് ജൗറൻ വളുൽമ, അക്രമവും അനീതിയും ഭൂമിയിൽ എത്രമാത്രം അന്ന് വർദ്ധിച്ചിരിക്കുമോ അതേപോലെ അതിനുശേഷം അദ്ദേഹം നീതിയും നന്മയും സ്ഥാപിക്കും. യംലികു സബ്അ സിനീൻ, 7 വർഷം അദ്ദേഹം ഭരണം നടത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇമാം മഹദി സ്വലവാത്തുല്ലാഹി അലൈഹി
പ്രവാചകൻ്റെ കുടുംബത്തിൽപ്പെട്ടതാണ് എന്ന് നാം വിശദീകരിക്കുവാനുള്ള കാരണം. അതേപോലെ തന്നെ ഇമാം അഹ്മദ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു, അൻ ജാബിരിൻ റളിയല്ലാഹു തആല അൻഹു അന്നഹു സമിഅ അൻ-നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നത് അദ്ദേഹം കേട്ടു, ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി യുഖാതിലൂന അലൽ ഹഖ് ളാഹിരീന ഇലാ യൗമിൽ ഖിയാമ, എൻ്റെ ഉമ്മത്തിൽ ഒരു വിഭാഗം എന്നും സത്യത്തിൽ ഉറച്ചു നിൽക്കും. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആളുകൾ ഖുർആനും സുന്നത്തിനെയും അനുധാവനം ചെയ്തു സ്വഹാബത്തിൻ്റെ മൻഹജ് പിൻപറ്റുന്ന ഒരു ന്യൂനപക്ഷം എന്നും ഭൂമിയിൽ വിജയികളായി കൊണ്ടുണ്ടാകും. ഖിയാമത്ത് നാൾ വരെ അത് സംഭവിക്കും. ഖാല ഫയൻസിലു ഈസ ഇബ്നു മറിയം, ഈസ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരും. ഫയഖൂലു അമീറുഹും, അപ്പോൾ അവരുടെ അമീർ പറയും. ഇവിടെ അമീറിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹ്ദി ഇമാമായിരിക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്ന സന്ദർഭത്തിൽ മഹ്ദി ഇമാം ഇവിടെ ഉണ്ടാകും എന്നർത്ഥം. ഈസ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നത് എന്തിനാണ്? ദജ്ജാലിനെ വധിക്കുക എന്നത് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്നാണ്. അപ്പോൾ ദജ്ജാൽ ഉണ്ടാകുന്ന സന്ദർഭത്തിലും മഹ്ദി ഇമാം ഉണ്ടാകും. ഈസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കൂടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ കൂടെ ഇൻഷാ അള്ളാഹ് ആ വിഷയവുമായി ബന്ധപ്പെട്ട ചില ഹദീസുകൾ നമുക്ക് പറയാനുണ്ട്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആളുകളുടെ കൂടെയായിരിക്കും മഹ്ദി ഇമാം ഉണ്ടാവുക. അവരാണ് ദജ്ജാലിനോട് ഏറ്റുമുട്ടുക എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഫയൻസിലു ഈസ ഇബ്നു മറിയം ഫയഖൂലു അമീറുഹും തആലു സ്വല്ലി ബിനാ, ഞങ്ങൾക്ക് ഇമാമായി നമസ്കരിക്കാൻ മഹ്ദി ഇമാം ആവശ്യപ്പെടും. ഫയഖൂലു ലാ, അപ്പോൾ അദ്ദേഹം പറയും ഇല്ല. ഈസ അലൈഹിസ്സലാത്തു വസ്സലാം പറയും ഇല്ല. ഇന്ന ബഅദകും അലാ ബഅദിൻ അമീറുൻ, നിങ്ങളിൽ ചിലർ മറ്റു ചിലർക്ക് അമീറാണ്. അതുകൊണ്ട് ലിയുക്രിമല്ലാഹു ഹാദിഹിൽ ഉമ്മ, അത് മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന് അല്ലാഹു നൽകിയ മഹത്വമാണ്. അതുകൊണ്ട് നിങ്ങളിൽ ചിലർക്ക് മറ്റു ചിലരേക്കാൾ നേതൃത്വമുണ്ട്. അതുകൊണ്ട് താങ്കൾ തന്നെ ഇമാമായി നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മഹ്ദി ഇമാമിനെ തന്നെ ഇമാമായി ഈസ അലൈഹിസ്സലാത്തു വസ്സലാം നിർത്തും എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ സഹീഹുൽ ബുഖാരിയിൽ കാണാം, അന്ന അബാ ഹുറൈറത റളിയല്ലാഹു തആല അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു, കൈഫ അൻതും ഇദാ നസല ഇബ്നു മറിയം ഫീക്കും വ ഇമാമുക്കും മിൻകും, എങ്ങനെയായിരിക്കും നിങ്ങളുടെ അവസ്ഥ? ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം നിങ്ങളിൽ ഇറങ്ങി വരും. വ ഇമാമുക്കും മിൻകും, അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഇമാമായിരിക്കും ഇവിടെ ഉണ്ടാവുക എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നു. മാത്രമല്ല അബൂ ദാവൂദ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, അൻ അബ്ദില്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അനിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ ലാ തദ്ഹബു ഔ ലാ തൻഖദി അദ്ദുനിയ, ഈ ദുനിയാവ് നീങ്ങിപ്പോവുകയില്ല. ഏതുവരെ? ഹത്താ യംലികൽ അറബ റജുലുൻ മിൻ അഹ്ലി ബൈതി, അറബികളെ എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ ഭരിക്കുന്നതുവരെ, അവരുടെ രാജാവായി, മൊത്തം അറബികളുടെ നേതാവായി അദ്ദേഹം വരുന്നതുവരെ. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, യുവാത്തിഉ ഇസ്മുഹു, ആ വ്യക്തിയുടെ പേര് യുവാത്തിഉ ഇസ്മുഹു മഅ ഇസ്മി, അദ്ദേഹത്തിൻ്റെ പേര് എൻ്റെ പേരിനോട് യോജിച്ചു വരുന്നതായിരിക്കും. വസ്മു അബീഹി ഇസ്മു അബീ, അദ്ദേഹത്തിൻ്റെ ഉപ്പയുടെ പേര് എൻ്റെ ഉപ്പയുടെ പേരിനോട് യോജിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായി? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എൻ്റെ പേരായിരിക്കും അദ്ദേഹത്തിന്. അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പേര് ഒന്നുകിൽ മുഹമ്മദ് അല്ലെങ്കിൽ അഹ്മദ്. ഇത് രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് എൻ്റെ പിതാവിൻ്റെ പേര് പോലെയായിരിക്കുമെന്ന് പ്രവാചകൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവിൻ്റെ പേരെന്താണ്? അബ്ദുള്ള എന്നാണ് പേര്. അപ്പോൾ മുഹമ്മദ് ബിൻ അബ്ദില്ലാഹ് എന്ന് തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെയും നാമമുണ്ടാവുക എന്നും അദ്ദേഹം ഈ ഭൂമിയിൽ ഭരിക്കുമെന്നും യംലഉൽ അർള ഖിസ്തൻ വഅദ്ല കമാ മുലിഅത് ളുൽമൻ വജൗറ, അക്രമവും അനീതിയും ഭൂമുഖത്ത് വർദ്ധിച്ചതുപോലെ തന്നെ അദ്ദേഹം ഈ ഭൂമിയിൽ നീതിയും സമാധാനവും നിറയ്ക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ധാരാളം ഹദീസുകളുണ്ട്. എന്നാൽ ആ ഹദീസുകളിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട
ഹദീസുകൾ മാത്രം ക്രോഡീകരിച്ചുകൊണ്ടാണ് നാം ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്, ഈ ആശയത്തെയോ ഇത്തരം ഹദീസുകളെയോ നിഷേധിക്കുവാൻ ഒരിക്കലും നമുക്ക് പാടില്ലാത്തതാണ്. അതൊരു സാങ്കല്പിക കഥാപാത്രമാണ്, നന്മയുടെ പ്രതീകമായി പറയപ്പെട്ടതാണ് എന്നെല്ലാം പറഞ്ഞിട്ടുള്ളത് യഥാർത്ഥത്തിൽ അടിസ്ഥാനരഹിതമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്.